സി ഞാൻ കുറെ വർഷങ്ങളായിട്ട് ക്യാരി ചെയ്യുന്ന ഒരു ഡ്രീമാണ് ഹസീന ഇങ്ങനെ പോഡ്കാസ്റ്റിലൂടെയും ഇന്റർവ്യൂസിലൂടെയും ലൈഫിനെ പറ്റിയും അല്ലെങ്കിൽ എങ്ങനെ ഒരു വലിയ പ്രൊഫഷണൽ ആയിട്ട് ഇവോൾവ് ചെയ്തു എന്നതിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ ജനറലി ഒരു മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ വലിയ പ്ലാറ്റ്ഫോമിൽ കൂടെ ഷെയർ ചെയ്ത് കാണുക എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ഒന്ന് റെക്കോർഡ് ചെയ്യാന്നുള്ള അതുകൊണ്ട് വന്നത്. ഞാൻ ഹസിയെ എപ്പോഴും നോക്കിക്കാണുന്നത് ഒരു വലിയ ഒരു ഇന്റർനാഷണലി സർട്ടിഫൈഡ് ട്രെയിനർ, അതിനുവേണ്ടി കമ്മിറ്റഡ് ആയിട്ട് ഇയേഴ്സ് പിന്നെ വെയിറ്റ് ചെയ്ത് അതിനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വുമൺ. 2-3 കുട്ടികളെ ഭയങ്കര നന്നായിട്ട് വളർത്തിയെടുക്കുന്ന ഒരു അമ്മ. ഇതിന്റെ ഇടയിലൊക്കെ എല്ലാ സിസ്റ്റത്തിലും പാർട്ടായിട്ട് വളരെ സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സ്ത്രീ. എങ്ങനെയാണ് ഹസിയുടെ ലൈഫിനെ എങ്ങനെ കാണുന്നത്? ഇത് ശരിക്കും ambitious ആയിട്ട് ഗോൾ ഓറിയന്റഡ് അങ്ങനെ ചെയ്തതൊന്നുമല്ല ഇതുവരെയുള്ള ലൈഫ്. ചെറുതിലെ എന്റെ ഡ്രീം എന്താന്ന് വെച്ചാല്, ഡ്രീം ചെയ്തത് എന്തുകൊണ്ടാ വെച്ചാല്, എന്റെ ഫാദറിന്റെ ഒരു കോണ്ടെക്സ്റ്റ്, ആളുകൾ വരും, പ്രശ്നങ്ങളായിട്ട് വരും. അപ്പൊ അത് മീഡിയേറ്റ് ചെയ്യും, എന്തൊക്കെ സപ്പോർട്ട് ചെയ്യും, ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഇത് കണ്ടിട്ട് ഞാൻ വളരുന്നത്. അപ്പൊ ഞങ്ങളെ വീട്ടില് കുറെ സ്ത്രീകള് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ചുറ്റും ഉണ്ടാവും. ഇതൊക്കെ ഞാൻ കാണും. പക്ഷെ എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതൊന്നും അന്ന് ആലോചിച്ചിട്ടില്ല. പക്ഷെ ആസ് ഗ്രോയിങ് അപ്പ്, പിന്നെ ടീനേജറിന്റെ ലെവലും അപ്പൊ ഉണ്ടാകുന്ന സെർച്ചും എന്തൊക്കെ ചെയ്യണ്ടേ, എന്താ കാര്യം, ഒരു ഗൈഡൻസ് ഒന്നും നമുക്ക് ഡയറക്റ്റ് തരാനുള്ള ഒരു കോണ്ടെക്സ്റ്റിലല്ല ഞാൻ വളർന്നത്. പക്ഷെ ഉള്ളിൽ എന്തോ ഒരു ലൈഫ് ത്രൈവിങ് എനർജി ഉണ്ടായിരുന്നു എന്റെ ഉള്ളിൽ. അപ്പൊ അതിന്റെ ബേസ് ആയിട്ടാണ് പിന്നെ ലൈഫ് മുമ്പോട്ട് പോയത്. അപ്പൊ ലൈഫിൽ പോകുമ്പോൾ ചൂസ് ചെയ്ത പല കോണ്ടെക്സ്റ്റ്, ഫോർ എക്സാമ്പിൾ മാരേജ് ആയാലും മക്കള് വന്നു, ഇതൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് നടന്നത്, ഒന്നും ആലോചിച്ച് നടന്നതല്ല. അതൊക്കെ ഒരു എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് മാരേജിലോട്ട് തന്നെ പോയത്. പക്ഷെ ആ എക്സ്പീരിയൻസ് ഒക്കെ എന്നെ പഠിപ്പിച്ചത് സെൽഫിനെ പറ്റി റിഫ്ലക്ട് ചെയ്യാനാണ്. എന്തുകൊണ്ടാ ചില സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാ വേറൊരാൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഈ ഒരു എക്സ്പ്ലോറേഷനാണ് പിന്നെ ഉണ്ടായത്. ആദ്യം സോഷ്യോളജി പഠിച്ചു, സൊസൈറ്റിനെ അറിയാന്. പിന്നെ എനിക്ക് തോന്നി സോഷ്യോളജി മാത്രം പോരാ, സൊസൈറ്റിനെ മാത്രം അറിഞ്ഞാൽ പോരാ, സെൽഫിനെ അറിയണം. അപ്പൊ സൈക്കോളജി പഠിച്ചു. സൈക്കോളജി പഠിക്കുമ്പോൾ ഞാൻ കണ്ടുമുട്ടിയ കുറച്ച് വ്യക്തികൾ, എസ്പെഷ്യലി എന്റെ സൂപ്പർവൈസർ PK സാറു നമുക്ക് പഠിപ്പിച്ചു തന്നതല്ല, ജീവിച്ച് കാണിച്ച, അതാണ് ഞാൻ കുറെ പഠിച്ചത്. ഇപ്പൊ ജീവിച്ച് കാണിച്ച കുറെ കാര്യങ്ങൾ എന്താ വെച്ചാല്, ഒരു വുമൺ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ, അധികം ഒരു ജെൻഡറിന്റെ പെർസ്പെക്റ്റീവിലല്ലാതെ ഒരു ഇൻഡിവിജ്വലിന്റെ പെർസ്പെക്റ്റീവിൽ കാണാൻ ആളുകൾക്ക് എങ്ങനെയാ നമ്മളെ പ്രസൻസ് ഹെൽപ്ഫുൾ ആവുക. അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞു കൊടുത്തിട്ട് വേറൊരാള് അത് പഠിക്കാന്ന് പറയുന്നതിന് പകരം ഞാൻ ജീവിച്ച് എന്റെ പ്രസൻസ് എങ്ങനെ വേറൊരാൾക്ക് ഹെൽപ്ഫുൾ ആവുക, അതാണ് ഞാൻ സാറിന്റെ നിന്ന് പഠിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ എന്തെങ്കിലും ആവണം. അതായത് എനിക്ക് എന്നെ നന്നാക്കി എടുക്കണം, അതുവഴി എന്റെ മക്കള് ഡെഫിനറ്റ്ലി നമ്മളെ നന്നാക്കുമ്പോൾ നമ്മളെ മക്കളും ഓട്ടോമാറ്റിക്കലി നന്നാവും. ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും അവർ ചെയ്യും. നന്നാവെന്ന് പറഞ്ഞാൽ സൊസൈറ്റിന്റെ ഗുഡല്ല ഉദ്ദേശിച്ചത്, പക്ഷെ അവർ ആസ് എ ഹ്യൂമൻ ബീയിങ് അവർക്ക് വാല്യുബിൾ ആവുക, ബാക്കിയുള്ളവർക്ക് വാല്യുബിൾ ആയിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. അതിനപ്പുറം എൻ്റെ അടുത്ത് വരുന്ന ആളുകൾക്ക് ഞാൻ എങ്ങനെയാ എന്റെ പ്രസൻസ് കൊണ്ട് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതായിരുന്നു ചിന്തിച്ചത്. അപ്പൊ അതിന് കണ്ടെത്തിയ വഴി ട്രാൻസാക്ഷൻ അനാലിസിസ് ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം, സൈക്കോ ഡ്രാമ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയേഴ്സ് അപ്പോഴാണ് പഠിച്ചു തുടങ്ങിയത്. അപ്പൊ അതിന് കമ്മിറ്റ് ചെയ്ത്, പിന്നെ ഞാൻ പണ്ടേ ഒരു സംഭവം കമ്മിറ്റ് ചെയ്താൽ പിന്നെ അത് തീർത്തിട്ടേ ഞാൻ അതിന് പുറത്തിറങ്ങുള്ളൂ. അതിന് പിന്നെ എന്ത് തടസ്സം വന്നാലും ഞാൻ നോക്കില്ല, എന്നാൽ അതൊക്കെ എനിക്ക് തടസ്സമാണ്. അപ്പൊ അതൊന്നും കാണാതെ ഞാൻ ഇങ്ങനെ പോകുന്ന ഒരാളാണ്. അതിന് കുറെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുറെ ലാഭം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നഷ്ടമാണെങ്കിലും എനിക്ക് തോന്നുന്നു അതാണ് ലൈഫ്. നമ്മളൊരു ഏത് സിറ്റുവേഷനിലും ഇപ്പൊ ഒരു നാട്ടിൽ പോയാല് എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റില്ല. കുറച്ച് സ്ഥലം കാണും, കുറച്ച് നമുക്ക് നഷ്ടമാവും. പക്ഷെ കണ്ടതാണ് നമ്മൾ ചെറിഷ് ചെയ്യുക, കാണാത്തത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടാൽ മതി, അങ്ങനെയല്ലേ? അതുപോലെ തന്നെയാ ലൈഫിനെയും കാണുന്നത്. കുറെ നമുക്ക് ചെയ്യാം, കുറെ ചെയ്യാണ്ട് കഴിയില്ല, എല്ലാം കൂടി കഴിയില്ല. അപ്പം ലോസും പ്രോഫിറ്റും ലൈഫാണ്. അപ്പൊ അങ്ങനെയാണ് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ എത്തിയത്. അതിൽ കുറെ നല്ല റിലേഷൻഷിപ്പ് ഇവോൾവ് ചെയ്ത് വന്നു, കുറെ നല്ല വ്യക്തികളെ പരിചയപ്പെട്ടു,
അവരുടെ നിന്ന് കുറെ ഞാൻ പഠിച്ചു. അവർ പറഞ്ഞതിൽ നിന്ന് പഠിച്ചതല്ല, അവർ ജീവിക്കുന്ന കണ്ടിട്ട് പഠിച്ചു കുറെ. അപ്പൊ എനിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതില് ആളുകൾ പഠിക്കാന്നുള്ളത് എനിക്ക് വലിയ ഇതില്ല. ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ടിയെ. ചേഞ്ച് ഏജന്റ് ആവും. ഒരു ഏജൻസി അവരുണ്ടാവുക, അത് എന്റെ പ്രസൻസിലാവുമ്പോ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു. അതാണ് എന്റെ ഇന്റൻഷൻ. ഞാൻ ടിയെ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞതിനപ്പുറം ഞാൻ ജീവിക്കുന്നതിൽ നിന്ന് അവരെന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറയാം സോഷ്യോളജി ടു സൈക്കോളജി. നമ്മൾ ഈ സൊസൈറ്റി നമ്മൾ പുറത്തേക്ക് നോക്കാൻ കുറച്ചുകൂടി ലെസ് ത്രെട്ടനിങ് ആണ്. പക്ഷെ ഉള്ളിലേക്ക് നോക്കുക എന്നുള്ളത് കുറച്ചുകൂടി ബ്രേവ് അറ്റംപ്റ്റ് ആണ്. അതിനെ പറ്റിട്ട് എങ്ങനെയാ റിഫ്ലക്ട് ചെയ്യുന്നത്? അതെങ്ങനെ, ഹൗ ഈസി ഓർ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വാസ് ഫോർ യു? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഇപ്പൊ പറഞ്ഞത്. പുറത്തേക്ക് കാണുമ്പോൾ സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് എനിക്ക് എന്നെ തോന്നി ഞാൻ ഭയങ്കര സെൽഫ് റൈറ്റിയസ് ആയിട്ടാണ് തോന്നിയത്. ഞാനെല്ലാം ഓക്കെയാണ്, സൊസൈറ്റിയിൽ നടക്കുന്ന ഒന്നും ഓക്കെ അല്ല. ആ ഒരു സെൻസിലായിരുന്നു സോഷ്യോളജി പഠിക്കും. എന്താ ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന തിയറി വെച്ചിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ സോഷ്യലി ചേഞ്ചസ് വരുത്തണം. അപ്പൊ കുറെ ആക്ടിവിറ്റീസിൽ ഇറങ്ങി, കുറെ NGOs പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷെ ആ തേഴ്സ്റ്റ് ഉണ്ടാവുമ്പോ എന്റെ ഉള്ളില് ഞാൻ എപ്പോഴും ഉറക്കത്തില് സ്വപ്നം കാണുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ഓടുന്ന ഒരാൾ. ഐ എം ഇൻ സെർച്ച് ഓഫ് സംതിങ് ദാറ്റ് ഐ ഡോണ്ട് നോ. അങ്ങനത്തെ സ്വപ്നങ്ങളാണ് ഞാൻ എപ്പോഴും കാണുക. ആളുകളുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നമായിട്ട് എനിക്ക് കാണും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും അവർക്ക് ചെയ്യണം. ഞാനൊരു വലിയ ആള്. ഈ ഒരു എനർജി, പക്ഷെ ഉറക്കത്തിൽ ആ എനർജി അല്ല വരുന്നത്. ഉറക്കത്തിൽ ഞാൻ ഓടുന്നതായിട്ടാ കാണുന്നത്. വാട്ട് ഐ വാസ് ഡൂയിങ് ഇസ് ആക്ച്വലി പ്രൊജക്ടിങ് മൈസെൽഫ് ഓൺ ടു അതേഴ്സ്. അവരുടെ പ്രശ്നമല്ല, ഞാൻ എന്റെ പ്രശ്നത്തിന് അവരിൽ പ്രൊജക്ട് ചെയ്തിട്ട് കാണുന്നുണ്ടെന്നുള്ള തിരിച്ചറിവാണ് സൈക്കോളജിന്റെ സെർച്ച് കൂടുതലായത്. പിന്നെ കാരണം എന്റെ ലൈഫിൽ വരുന്ന ഇഷ്യൂസ് ഞാൻ ഡിനൈ ചെയ്യണം. ഞാന് ബാക്കിയുള്ളവരെ പ്ലീസ് ചെയ്തിട്ട് പ്ലീസിങ് ബിഹേവിയറിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ അവരെ കെയർ ചെയ്യല്ല ചെയ്യുന്നത്. ആക്ച്വലി അതിന്റെ അണ്ടർനീത്ത് ബിഹേവിയർ എങ്ങനെയാ വരുന്ന വെച്ചാൽ ഞാൻ അവരെ പ്ലീസ് ചെയ്യുന്നത് എന്റെ എന്തോ നീഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്റെ നീഡ് ഞാൻ മീറ്റ് ചെയ്യുന്നില്ല, ഞാൻ കാണുന്നില്ല. എനിക്കൊരു നീഡ് ഉണ്ടെന്ന് ഞാൻ കാണുന്നില്ല. ഞാൻ ഡിനൈ ചെയ്യണം ഓപ്പർച്യൂണിറ്റി. അത് എന്റെ ഉള്ളിലേക്ക് റിഫ്ലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ഡിനൈ ചെയ്യുന്നു. അത് തിരിച്ചറിഞ്ഞതാണ് എന്റെ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ സെർച്ചായി വാട്ട് ഇസ് ഇറ്റ് ഐ ആം നോട്ട് സീയിങ്. പിന്നെ അത് കണ്ടുപിടിക്കുമ്പോ അത് ഭയങ്കര പേടിയായിരുന്നു. കാരണം പല റിലേഷൻഷിപ്പിൽ നിന്ന് ഞാൻ വിട പറയേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം അപ്പോഴാണ് എനിക്ക് തിരിച്ചറിയുന്നത് എന്റെ കുറെ നീഡ്സ് ഉണ്ട്, അൺമെറ്റ് നീഡ്സ്. ആ നീഡ്സ് ഈ എൻവയൺമെന്റിൽ സാധിക്കൂല, ഈ എൻവയൺമെന്റ് അപ്രോപ്രിയേറ്റ് അല്ല. അതിൽ എനിക്ക് കുറെ ലോസസ് വരും. ആ ലോസസ് കൊലാബറേറ്റ് ചെയ്ത് സംസാരിച്ച് പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ അത് അവിടുന്ന് വിട പറയണം. ഇത് ശരിയാവില്ല. ആ പ്രോസസ് ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഇപ്പൊ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ കുറെ പേര് ഇൻവോൾവ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ കുറെ പേർക്ക് പെയിൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ പ്ലീസിങ് നേച്ചറുള്ള ഒരാൾക്ക് കുറെ പേര് പെയിൻ കാണുക, എന്റെ പെയിനും കാണുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. പക്ഷെ അത് ചെയ്തതോടെ ഞാൻ ബ്രേക്ക് ഫ്രീ ചെയ്തു. ശരിക്കും കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിന്നും പ്ലീസിങ് ബിഹേവിയറിൽ നിന്ന് അതേപോലെ എന്നെ തന്നെ തിരിച്ചറിയുന്ന ഒരു ഫേസിൽ ബ്രേക്ക് ഫ്രീ ചെയ്തതാണ് ശരിക്കും ഈ മൂവ്മെന്റിന് ഹെൽപ്ഫുൾ ആയത്. പിന്നെ അതിന് മോഡൽസ് ആയിട്ട് ഇപ്പോ PK സാറും യോക്കിൻ ബെക്കർ കുറെ ട്രെയിനേഴ്സ് എന്റെ ലൈഫിൽ വന്ന് കുറെ നല്ല ഫ്രണ്ട്സ്, ഹിന്ദു അടക്കം ഉള്ള ഫ്രണ്ട്സ് എന്റെ ലൈഫിൽ ആ ഒരു ജേർണീനെ ശരിക്കും മനസ്സിലാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് എന്റെ പേരൻസും എന്റെ സിബ്ലിങ്സും ഒക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ അറിയാം, they were understanding me somewhere. എന്തോ ഒന്ന് ഇവള് സെർച്ച് ചെയ്ത് എന്തോ ഒന്ന് ഇവള് ചെയ്യുന്നുണ്ട്. അവർക്ക് മനസ്സിലാവില്ലെങ്കിലും അവരൊരു ട്രസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതായിരിക്കും ചിലപ്പോ ബ്രേക്ക് ഫ്രീ സ്ട്രെങ്ത് തന്നത്, ബ്രേക്കിംഗ് ഫ്രീ. അപ്പൊ എപ്പോഴും ഞാനിപ്പോ എന്റെ തെറപ്പി ജേർണലും ക്ലയൻസ് ഞാൻ എപ്പോഴും നോക്കും അവർ എൻവയൺമെന്റിൽ എത്ര സപ്പോർട്ട് ഉണ്ട്. അവർക്ക് ഇതിൽ നിന്നും എന്തിനെങ്കിലും മാറ്റം വരണമെങ്കിൽ അതൊരു ലേബർ പെയിൻ പോലെയാണ്. അപ്പൊ ആ പെയിന്ന് പുറത്തിറങ്ങി വരുന്ന ഒരാൾക്ക് ഹോൾഡ് ചെയ്യാൻ ഒരു പാരന്റോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാൻ ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അവരെ പെയിന് റിലീഫ് ഉണ്ടാവും.
അത് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്ത ആൾക്കാരുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. അപ്പൊ ആ ആസ്പെക്റ്റ് ആണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അല്ലെങ്കിൽ അത് വെരി പെയിൻഫുൾ ജേർണി.